ഹായ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകണം. ഇന്ന് കുറച്ച് പുറത്ത് പണികളുണ്ടായിരുന്നു. പുതിയൊരാളും കൂടി ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് ഞങ്ങൾ. ഇത് എൻ്റെ മക്കളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സാധനം കേട്ടോ. അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ ആൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് പുറത്ത് ഉണക്കാൻ വെച്ചേട്ടാ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് കയറിപ്പോൾ ചേട്ടൻ നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കാട്ടോ. അപ്പോൾ ഈ ഒരു വെയിലത്തുനിന്ന് വന്ന് കയറിയപ്പോൾ അത് കുടിച്ചപ്പോണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, അത് പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത്തിരി പരിപ്പും പിണ്ടിയും കൂടി ആദ്യം വെറുതെ ഒലത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി തേങ്ങയും കൂടി അരച്ച് കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കൂർക്കയില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് ഒലത്തി അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇത്തിരി ഉണക്കമീനും കൂടി വേണോടി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് അതും കഴുകി നന്നാക്കി ഉണക്കിയില്ല, അത് വെറുതെ ഒന്ന് വറുത്ത് ഇത്തിരി സവാള ഇത്തിരി ഇടിച്ച മുളകും കൂടി ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അടിപൊളിയായിരുന്നു. അത് മാത്രം മതിയല്ലോ നമുക്ക് ചോറിനായിട്ട്. പിന്നെ ബാക്കി ഈ ഒരു കറികളൊക്കെ ആയിരുന്നു കേട്ടോ, പരിപ്പ് പിണ്ടി പിന്നെ അതേ കൂർക്ക എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ചെന്നിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. എൻ്റെ മോൻ എൻ്റെ മേത്തിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.